പേര് അനൗൺസ് ചെയ്തിട്ടില്ലെന്ന്. അതങ്ങോട്ട് അനൗൺസ് ചെയ്തപ്പോൾ എനിക്ക് ഒരു സ്വർഗാനുഭൂതി തന്നെയാണ് ഉണ്ടായത്. ജയ ജയ ഹേ എന്ന പടം കഴിഞ്ഞിട്ട് ഒരു പടം ഞാൻ ചെയ്തു, പാപ്പച്ചനൊടുവിലാണ്. നന്നായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ അത് തിയേറ്ററിൽ എനിക്ക് പോയി കണ്ടപ്പോൾ വിഷമമായി പോയി. ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വ്യക്തികളെ, ഞാനൊരു ഡബ്ബിങ്ങിന് ചെല്ലുമ്പോഴാണ് രജീഷ് സാറും ഭാര്യയും കൂടെ അവിടെ വന്ന് എനിക്ക് ഒരു ക്യാരക്ടർ നിശ്ചയിക്കുന്നത്. ജയ ജയ ഹേ എന്ന പടം കഴിഞ്ഞിട്ട് ഒരു പടം ഞാൻ ചെയ്തു, പാപ്പച്ചനൊടുവിലാണ്. നന്നായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ അത് തിയേറ്ററിൽ എനിക്ക് പോയി കണ്ടപ്പോൾ വിഷമമായി പോയി. അത് പൂർണ്ണമായില്ല, എൻ്റെ ക്യാരക്ടർ അവിടെ എത്തിയിട്ടില്ല. അതിനുശേഷം ഇത് നല്ല ക്യാരക്ടർ എന്ന് പറയുന്നു. മെനഞ്ഞാന്ന് തമിഴ്നാട്ടിൽ പോയി സൂപ്പർ ഒരു ക്യാരക്ടർ, ഒരു വളരെ തൃപ്തിയോടെ 1 മാസം കൊണ്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചു. ഇനിയും ഞാൻ വന്നപ്പോഴേ ചോദിച്ചു, സാറേ എന്താ ഇതിൻ്റെ പേര്, അഥവാ എനിക്കൊരു വാക്ക് പറയേണ്ടതായിട്ട് വന്നാൽ ഇതിൻ്റെ പേര് അനൗൺസ് ചെയ്തിട്ടില്ലെന്ന്. അതങ്ങോട്ട് അനൗൺസ് ചെയ്തപ്പോൾ എനിക്ക് ഒരു സ്വർഗാനുഭൂതി തന്നെയാണ് ഉണ്ടായത്. കാരണം സൂപ്പർ പേര്, ആര് സെലക്ട് ചെയ്താലും സൂപ്പർ സൂപ്പർ സൂപ്പർ, ആ പേര് എനിക്ക് അങ്ങ് ഹൃദ്യമായി. ഇനിയും സാമ്പത്തികം മുടക്കി ഞങ്ങളെപ്പോലുള്ള കലാകാർക്ക് അന്നത്തിന് വക തരുന്ന പ്രൊഡ്യൂസറിനും ഇതിൻ്റെ ഡയറക്ടർക്കും സംഗീത സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്റർക്കും നമ്മളെ സംബന്ധിച്ച് ഈ പടത്തിൽ അഭിനയിക്കുന്നതും ആർട്ട് ഡയറക്ടേഴ്സ്, ടെക്നിക്കൽ സ്റ്റാഫുകൾക്ക്, നമുക്ക് ഏവർക്കും യേശുവിൻ്റെ കൃപയോടെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപമാണ് സ്വർഗസ്ഥനായ സ്വർഗത്തിലേക്ക് പോകാൻ ഇങ്ങനെ നിൽക്കുന്ന യേശുവിനെ പ്രാർത്ഥിച്ചാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ജഗദീശ്വരൻ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, കാണികളെയും. കാരണം അവരുടെ കണ്ണിലും മനസ്സിലും കാഴ്ച എന്നുള്ളത് കണ്ണിൻ്റെ പ്രവൃത്തി, കാഴ്ചപ്പാട് എന്നുള്ളത് അവരുടെ മനസ്സിൻ്റെ പ്രവൃത്തിയാണ്. അവിടെയാണ് നമ്മുടെ വിജയം. അങ്ങനെ വിജയപ്രദമായ ഒരു പടം ഇറക്കുവാൻ നമ്മുടെ ടീമിന് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹാദരങ്ങളോട് നിങ്ങളുടെ സ്വന്തം കുടിച്ചനാട് ഗാനങ്ങൾ.